നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവളിനി ഇത് ആർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? പാവം ഒറ്റക്കിരുന്ന് ബോറടിച്ച് കാണും. എന്തായാലും പോയി സംസാരിച്ചേക്കാം. വാ. അല്ല, എവിടെ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്? വാ. ഇത്രയേ ഉള്ളൂ? പിന്നെന്ത് വേണം? ഞാനൊരു ഉമ്മയാണ് പ്രതീക്ഷിച്ചത്. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. അതെന്താ, എന്നെ വിശ്വാസമല്ലേ? വിശ്വാസമില്ലാത്തതുകൊണ്ടൊന്നും അല്ല, എനിക്ക് നാണോ. നാണമൊക്കെ ഞാൻ മാറ്റിത്തരാം. വേണ്ട. അപ്പൊ കല്യാണം വരെ കാത്തിരിക്കണം അല്ലേ? വേണം. എന്നാ വാ, ഇത് പാക്ക് ചെയ്തോ. വാ. എങ്ങോട്ട്? എനിക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി തന്ന സ്ഥിതിക്ക് ഞാനും എന്തെങ്കിലുമൊക്കെ വാങ്ങി തരണ്ടേ? ശരി, ഞാൻ വരാം. സ്വപ്ന, എനിക്ക് പെട്ടെന്ന് ഹോട്ടലിൽ വരെ ഒന്ന് പോകണം. നീ പതുക്കെ വാങ്ങാനുള്ളതെല്ലാം വാങ്ങിയിട്ട് ഇറങ്ങിയാൽ മതി. ഇതിൻ്റെയൊക്കെ ബില്ല് എത്രയാന്ന് വെച്ചാൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ ഓൺലൈനായിട്ട് പേ ചെയ്തോളാം. ശരി സർ. ശരി, പോട്ടെ മോളെ. ശരി. ആശം, എന്തൊരു ആക്രാന്ത. മുകുന്ദനെന്താ ഇവിടെ? ബുക്ക് വാങ്ങിയോ? അത് ഓർഡർ കൊടുത്തു. ഇവിടെയാണ് ഓർഡർ കൊടുത്തത്. ഇതെന്റെ കൂട്ടുകാരിയുടെയാ. അവളുടെ വീട്ടുകാരെ ഇത്രയും സാധനങ്ങൾ വാങ്ങിയെന്നറിഞ്ഞാ അവള് വഴക്കു പറയും. അതുകൊണ്ട് അവള് ഇത് വാങ്ങി എന്റെ വീട്ടിൽ വെക്കാൻ പറഞ്ഞു. വൈകുന്നേരം വന്ന് എടുത്തോണ്ട് പോവും. മതി, നിർത്ത്. ദയവേത് ഇനി നുണ പറയരുത്. നുണയോ? മുഖത്തിന് എന്തേ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നീയേ ഇതുവരെ എന്ത് ചെയ്യായിരുന്നു ഞാൻ കണ്ടു. ഓ, അപ്പൊ നീ എന്നെ ഫോളോ ചെയ്യുമായിരുന്നല്ലേ? നിനക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? വിശ്വാസത്തെ പറ്റിയൊന്നും നീ സംസാരിക്കരുത് സ്വപ്നെ. നിന്റെ സംസാരം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല മുകുന്ദ. ഒരു സംശയ രോഗി പോലെ എന്നെ നീ ഫോളോ ചെയ്തതും പോരാ, എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുവാണോ? ഞാനേ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. നീ എന്തിനു വേണ്ടി അത് ചെയ്തതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതിനുള്ള ഉത്തരം എനിക്കറിയാം. നിനക്ക് വേണ്ടി ഇത്രയൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. ശ്രമിക്കാത്തോണ്ടല്ല, പറ്റാത്തോണ്ടാണ്.
അതിന് സഞ്ജയ് പോലെ ഒരുത്തനെ കൂട്ടുപിടിക്കുകയല്ല വേണ്ടത്. അവൻ എന്തൊക്കെ പറഞ്ഞാൽ നിന്നെ പറ്റിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ദയവേത് അവന്റെ വലയിൽ ചെന്ന് നീ ചാടരുത്. സ്വപ്നെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഞാൻ പോട്ടെ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവനിത് കണ്ടുപിടിക്കാൻ കിട്ടിയ സമയം. ഇവനിതെല്ലാം കിരീട്ടിനോട് പറയോ? ഏയ്, അങ്ങനെ ചെയ്താ ഇവന്റെ കാര്യം ഞാനും പറയുമെന്ന് ഇവനറിയാം. അയ്യോ, ഞാൻ അവനയച്ച മെസ്സേജും ഫോട്ടോസും ഒക്കെ അവന്റെ ഫോണിലുണ്ടാവും. അതൊക്കെ അവൻ ലീക്ക് ചെയ്താ നാണക്കേടാവും. പിന്നെ സഞ്ജുന് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അവനൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നയത്തിലെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിക്കണം. ആശുപത്രിയിൽ വെച്ച് ചേച്ചിയും ഗിരിയേട്ടനൊന്ന് ചിരിച്ചു കണ്ടപ്പോഴാ സമാധാനമായത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, അവര് തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. കുറച്ച് ദേഷ്യമുണ്ടെന്നേ ഉള്ളൂ. ഗിരിക്ക് നല്ലൊരു മനസ്സുണ്ട്. ഗിരിയേട്ടനല്ല ഇപ്പൊ ഭാനുമതിയമ്മ എനിക്ക് പേടി. അവർക്കിപ്പോഴും ചേച്ചിയോടൊരു ദേഷ്യമുണ്ട്. അതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാകുന്നതല്ലേ. നമ്മൾ വളർത്തി വലുതാക്കിയ മകൻ വേറൊരു പെണ്ണിനെ അവരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന കാണുമ്പോ ഏതൊരു സ്ത്രീയുടെ മനസ്സിലും ഒരു വിഷമമൊക്കെ ഉണ്ടാവും. അത് മനസ്സിലാക്കണമെങ്കിലേ നീയും ഒരമ്മയാകണം. അപ്പൊ വക്കീൽ ഏതെങ്കിലും പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്നാ അമ്മയ്ക്കും ഇതേ പ്രശ്നം ഉണ്ടാവില്ലേ? അവൻ കൊണ്ടുവരാൻ പോകുന്നവളുടെ വഴിക്ക് പോകാതിരിക്കുന്നതാണ് ബുദ്ധി. അതുകൊണ്ട് അവന്റെ കല്യാണം കഴിയുമ്പോ വല്ല കാശിക്കോ രാമേശ്വരത്തേക്കോ ഒക്കെ പോകാനാണ് എന്റെ പ്ലാൻ. അപ്പൊ അമ്മയ്ക്ക് വക്കീലിന്റെ കാമുകി ആരാണെന്ന് അറിയാല്ലേ? അതാരാണെന്ന് പറയമ്മേ. എനിക്കറിയാവുന്ന ആരെങ്കിലും ആണോ? അതാരാണെന്ന് ഞാൻ പറഞ്ഞാ മുകുന്ദൻ ഇഷ്ടപ്പെടത്തില്ല. വക്കീലിനോട് പറയാൻ നിക്കണ്ട. ഇത് നമ്മൾ തമ്മിലുള്ള രഹസ്യം. പ്ലീസ്. അവൻ വന്നല്ലോ, മോൾ ഇതിനെ പറ്റി ഒന്നും പറയണ്ട. അമ്മയോട് 100 തവണ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യരുതെന്ന്. ഇതൊക്കെ ഞാൻ ചെയ്തോളൂലേ. ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് വേണം മുട്ടുവരാന്നൊക്കെ പറഞ്ഞ് കരയാൻ. പിന്നെ തിരുമ്മി തരാൻ ഞാൻ തന്നെ വേണം. എന്താ വക്കീലേ, ഭയങ്കര ചൂടിലാണല്ലോ. കോടതിയിലെ ഏതെങ്കിലും കേസിൽ തോറ്റുപോയി കാണും. കേസ് തോറ്റും ജഡ്ജിയുടെ ചീത്തവിളി കേട്ടും വക്കീലിന് നല്ല ശീലമുള്ളതല്ലേ, പിന്നെന്തിനാ ദേഷ്യപ്പെടുന്നേ? കൊച്ചെ, കുറെ ദിവസമായിട്ട് ഞാൻ സഹിക്കുന്നു. മൂത്തവരോട് സംസാരിക്കുമ്പോഴേ കുറച്ചൊക്കെ ബഹുമാനാവാം.